ഡാർക്ക് ഗ്രീൻ കളറുള്ള പാവയ്ക്ക ബിറ്റർ ഗോഡ്. അത് നമ്മൾ തൈര്, ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, തൈര്, ഒരു ചെറിയ ഒരു 1/4 ലെമൺ, ഇത് ഇത്രയായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 hour വയ്ക്കുക. ചെറിയ ഉള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു നുള്ള് ജീരകം, ഇത് ഇത്രയും കൂടെ വറുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതൊരു രണ്ടാമത്തെ ചേരുവ. മൂന്നാമത്തെ ചേരുവ ചെറിയ ഉള്ളിയിൽ കുറച്ച് ഒരു 4 ചെറിയ ഉള്ളി, അല്പം തേങ്ങ, ഒരു നുള്ള് ജീരകം, ഇത്രയും കൂടെ വറുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാൽ, ഇപ്പം നമ്മൾ ഈ കറിക്കുള്ള ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ പാവയ്ക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതിനെയും മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ഈ പൊടിക്കാൻ പോകുന്നതും കൂടെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ, ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. കണ്ടോ? എന്നിട്ട് ഞാൻ ഭംഗിയായിട്ട് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് തട്ടി ഇതിൽ, എന്നിട്ട് ആ മിക്സ് ചെയ്തതും എല്ലാം കൂടെ ഒരു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഒരു 15 മിനിറ്റ്, ഇതൊരു പരീക്ഷണമാണ്, ഞാൻ എത്ര മിനിറ്റ് കൊണ്ട് വേഗുന്ന ഒരു എക്സാക്റ്റ് ടൈം പറയാം. എന്നാലും ഒരു ആവറേജ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഇത് വേകണം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നോക്കുക. പിന്നീട് കുറച്ചും കൂടെ വേണമെങ്കിൽ അല്പം കൂടെ ചേർക്കാം. കാരണം കയ്പുള്ള പാവയ്ക്ക ആയതുകൊണ്ട് അല്പം ഒന്ന് വേകണം. ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ട്, ചെറിയ സവാള ഇട്ടിട്ടുള്ളത് കൊണ്ട് കയ്പിൻ്റെ കാഠിന്യം കുറയും.